ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ല ഒരു അടിപൊളി വാർത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടി പരിപ്പ് കുക്കറിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കുക കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചൊരു 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ ഓഫ് ചെയ്യുവേ. അപ്പോൾ കുക്കർ 2 വിസിൽ അടിച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ തേങ്ങ വറുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടിയത് ചട്ടിയിലിട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണേ. അപ്പം സാമ്പാറിനൊക്കെ ഒത്തിരി തേങ്ങ ആവശ്യമില്ല, ഒരു ശകലം തേങ്ങയുടെ ആവശ്യമുള്ളൂ സാമ്പാർ വറുത്തരച്ച് വെക്കുന്നതിന്. അധികം തേങ്ങ ഇട്ട് കഴിയുമ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ നമ്മുടെ മല്ലിയും മുളകും ചേർക്കും കേട്ടോ. മല്ലിയും മുളകും പൊടിയല്ലേ, മല്ലിയും മുളകും പൊടിക്കാത്തത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഉണക്കമുളകും വറ്റമുളകും പിന്നെ കുറച്ച് മല്ലിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. തേങ്ങ ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇട്ട് കൊടുത്താൽ ചിലപ്പം മുളകും മല്ലിയൊക്കെ ചിലപ്പം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ മല്ലിയും മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയും മുളകൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തേങ്ങയും മല്ലിയൊക്കെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ മല്ലി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. അത് കഴിഞ്ഞ് കുക്കറൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി വെന്ത് വന്ന പരിപ്പിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം സാമ്പാർ വെക്കാൻ എന്തൊക്കെ കഷ്ണങ്ങളാണ് വേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ കേട്ടോ അതിനകത്ത് ഇട്ടിരിക്കുന്നത്, കത്രിക്കായ. അപ്പോൾ അത് നിങ്ങൾ ഓർക്കും അത് കേടായിരിക്കുന്നു. കേടൊന്നും അല്ല കേട്ടോ, അത് മൂത്തിട്ട് അതിൻ്റെ മൂത്തതല്ല, പിഞ്ചായിരുന്നു കത്രിക്ക. അപ്പോൾ അതിൻ്റെ കുരു ഇങ്ങനെ കറുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് 1 വിസിൽ വരെ കേൾക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. 1 വിസിൽ കഴിയുമ്പം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടും. പരിപ്പും വെന്തതാണ്, പിന്നെ പച്ചക്കറി ഒന്ന് വെന്താൽ മതി. അപ്പോൾ പരിപ്പും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വേകാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 വിസിൽ കേട്ട് കഴിഞ്ഞ് വിസിലൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കി കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വറുത്തരച്ച സാമ്പാറൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണോ? എനിക്ക് സാമ്പാർ എന്ന് പറയുന്നത് നോർമലി എനിക്കിഷ്ടമല്ല. പിന്നെ കഴിക്കുമെന്ന് ചോദിച്ചാൽ സാമ്പാർ കഴിക്കും. പിന്നെ വറുത്തരച്ച സാമ്പാറാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. അരപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കും. പിന്നെ നമ്മൾ പുളി ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് സാമ്പാറിനകത്ത് പുളി ഇടുന്നത് ഇഷ്ടമല്ല കൂട്ടുകാരെ. അധികം പുളി ഇടുന്നത് എനിക്കിഷ്ടമല്ല. പുളി ഇടുമോയെന്ന് ചോദിച്ചാൽ ഞാൻ പുളി ഇടും, പക്ഷേ എനിക്ക് അധികം പുളി ഇടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ എന്നാലും സാരമില്ല, സാമ്പാർ വെക്കുമ്പോൾ പുളി ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് പുളി പിഴിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അധികം ഇല്ല, ഒരു ലേശം പുളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും കുറച്ച് കുറവുണ്ടായിരുന്നേ. അപ്പോൾ ഉപ്പും ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ പുളി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളിവെള്ളം എല്ലാം നന്നായിട്ട് ഒഴിച്ചു അതൊന്ന് കുറച്ചൊന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്കിന് കുക്കറി അപ്പുറത്തടുപ്പിലേക്ക് മാറ്റി വെക്കുവാണേ. എന്നിട്ട് നമ്മളതിന് കടുക് താളിക്കാൻ പോകും കേട്ടോ. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടി സാധാരണ എല്ലാവരും കടുക് താളിച്ച് കറിക്കകത്തേക്ക് ഒഴിക്കുകയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നേരെ തിരിച്ചാട്ടോ ചെയ്യുന്നത്. ഒരു ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് ഉലുവയാണ്, ഒരു നുള്ളിൽ ഉലുവായും കൂടി ഇട്ട് പൊട്ടിക്കും കേട്ടോ. അത് കഴിയുമ്പം പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവേ. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ വെണ്ടയ്ക്കായും തക്കാളിയും ഇട്ട് വാട്ടിയെടുക്കുന്നത്. ചിലർ തക്കാളി സാമ്പാർ കഷ്ണം വേവിക്കുന്ന കൂട്ടത്തിലിട്ട് വേവിക്കാറുണ്ട്. അപ്പം തക്കാളി നന്നായിട്ട് വെന്ത് പോവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളിയും വെണ്ടയ്ക്കായും ഒരുമിച്ചിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് വഴറ്റി കിട്ടിക്കോളും. വെണ്ടയ്ക്കായും തക്കാളിയും വേകാൻ അധിക സമയം വേണ്ടല്ലോ. അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്, എളുപ്പപ്പണിയല്ല ഇങ്ങനെ ചെയ്യുന്നത്, നല്ലതെന്ന് വെച്ചാൽ എളുപ്പമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ
അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി നമ്മൾ ഇട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ദാ ഇപ്പോൾ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സാമ്പാർ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ദാ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. സാമ്പാർ പൊടി ഇട്ട് നന്നായിട്ട് പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അപ്പുറത്തടുപ്പേ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാർ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പം ഈ രീതിയിൽ സാമ്പാർ വെക്കാത്ത കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. പിന്നെ ദാ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ദാ കുക്കറിനകത്തുനിന്ന് നമ്മുടെ സാമ്പാർ ഇതിലേക്ക് ഞാൻ അങ്ങോട്ട് മാറ്റി ഒഴിക്കുക കേട്ടോ. അപ്പം ഇതൊന്ന് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കായപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സാമ്പാർ നല്ല സെറ്റാവും. അപ്പോൾ ദാ കണ്ടില്ലേ, എന്താ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. സാമ്പാർ പൊടിയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ കായപ്പൊടിയും കൂടെ ലാസ്റ്റ് ഇട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വറുത്തരച്ച അടിപൊളി സാമ്പാർ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നല്ലൊരു പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞു വീഡിയോ. ടാറ്റാ.